റാത്തേ നമുക്കൊരു ഹൗസ് ബോട്ട് ട്രിപ്പ് പോയാലോ എന്നുള്ള ഇക്കാളൊരു ചോദ്യം കേട്ടതും ഞാൻ ചാടിക്കേറി വണ്ടിയിലിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ട് ഇക്കാടെ അടുത്ത് പറയുന്നുണ്ട്, ഇക്ക എനിക്കൊരു അലമാര വേണം, പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞ രണ്ടും ഞാൻ സാധിച്ചു തരാമെന്ന്. എന്താണെന്നറിയില്ല, പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഞാൻ കൂടെ കൂടി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ ഒരു ഇരിപ്പ് വശം മനസ്സിലായത്. നമ്മുടെ ഈ ഷോപ്പിലെ 50% ഇയർ എൻഡിങ് സെയിൽ നടന്നുകൊണ്ടിരിക്കുക. വെറുതെ അല്ലേക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഫർണിച്ചേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെ ആ ഒരു ലുക്കും സ്റ്റാൻഡേർഡും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കി. അലമാര നോക്കാൻ പോയ ഞാൻ പിന്നെ കട്ടിൽ നോക്കി, സെറ്റി നോക്കി, അത് നോക്കി, ഇത് നോക്കി, അങ്ങനെ നടന്നു. കാരണം നമുക്ക് ഒരു രസം തോന്നുന്നുണ്ട് ഇവിടുത്തെ ഓരോ ഐറ്റംസും കാണുമ്പോൾ. പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നേക്കാൾ ഉയരമുള്ള ഒരു ക്ലോക്ക് അവിടെ ഇരിക്കുന്നു. ഞാൻ ഇക്കടെ പറയും ഇതൊരെണ്ണം വാങ്ങിച്ചുകൊണ്ടേ വെച്ചാലോ എന്ന്. പിക്ക പറയും ഇപ്പം വേണ്ട, പിന്നെ വാങ്ങിക്കാം. ഈ ക്ലോക്ക് പോലെ തന്നെ കുറേ ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസ് ഈ ഷോപ്പിലുണ്ട് കേട്ടോ. ഇവർക്ക് ഓൺലൈൻ സെയിലും ഉണ്ട്. അപ്പോഴേ ഞാൻ ഹൗസ് ബോട്ട് ട്രിപ്പിന്റെ കാര്യം പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഇവിടെ ഇയർ റിംഗ് സെയിലിന്റെ ഭാഗമായി ഓരോ മാസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് കിഡിലൻ ഹൗസ് ബോട്ട് ട്രിപ്പ് ഉണ്ട് കേട്ടോ. എന്നെ ഇവിടെ ഏറ്റവും അതിശയപ്പെടുത്തിയത് ഈ ഒരു ബെഞ്ചാണ് കേട്ടോ. അതിൽ നമുക്കിത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം, ഇതുപോലെ മടക്കി ടേബിളാക്കി സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും ഈ സംഭവം വാങ്ങിച്ചേക്കാന്ന് തീരുമാനിച്ചു കേട്ടോ. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ടോമി പുളിക്കാട്ടിൽ ഫർണിച്ചേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ പുന്നമട ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പേജ് 2 ഫോളോ ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.